നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 4 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് വരുന്നു. ജൂലൈ 4 രാത്രി 7:15 PM ചിങ്ങം രാശിയിൽ വരുന്നു. നോക്കുക, ശുക്രൻ ചിങ്ങൻ രാശിയിലല്ല, തുലാം രാശിയിലും ഇടവൻ രാശിയിലുമൊക്കെ സ്വക്ഷേത്രപരമായിട്ട് നിന്നാലും അതിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് വരണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടാതെ ഒന്നും നടക്കത്തില്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ 3 രാശിക്കാരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. 9 രാശികളിൽ 9 ഭാവങ്ങളിൽ ശുക്രൻ നിന്ന അനുകൂലമായിട്ടുള്ള ഫലം വരും. ശരി, ആകെ 12 ഭാവങ്ങളാണുള്ളത്, രാശികളാണുള്ളത്. അതിൽ 9ലും ശുക്രൻ അനുകൂലമായിട്ടുള്ള ഫലം വരും. പക്ഷേ ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല, മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ 9 രാശിക്കാരുടെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ഈ ശുക്രൻ്റെ രാശി മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് 3 രാശിക്കാണ്. 3 രാശിക്കാരുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. ബാക്കി രാശിക്കാർക്ക് ദോഷമാണെന്നല്ല പറയുന്നത്, ഗുണമില്ലെന്നുമല്ല പറയുന്നത്. ഈ 3 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത്. പക്ഷേ ശുക്രൻ എവിടെ നിന്നാലും 11ാം ഭാവത്തിൽ സ്വക്ഷേത്രപരവാനായിട്ട് നിന്നാലും ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഇതൊന്നും തന്നെ കിട്ടത്തില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ വീട്ടിൻ്റെ കാർപോർച്ചിൽ ഒരു ബെൻസ് കാറ് വന്ന് കിടക്കുകയാണ്, ഓട്ടെ, ഒരു BMW അല്ലെങ്കിൽ ഒരു ഓഡി ഒന്ന് കിടക്കുകയാണ്. റോൾസ് റോയ്സ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് തൽക്കാലം ബെൻസ് കൊണ്ടൊക്കെ തൃപ്തിപ്പെടണം. ബെൻസ് കാറ് വന്ന് കിടക്കുകയാണ്. 3 രാശിക്കാരുടെ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ അതിൻ്റെ താക്കോൽ ഈശ്വരൻ്റെ കയ്യിലാണ്. അത് വാങ്ങിച്ചെടുക്കണം, എങ്കിലേ ഈ ശുക്രൻ വഴി കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മളുടെ അരികിലും ഉണ്ടാവുന്ന തരത്തിൽ എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം, അത് വലിയൊരു സബ്ജക്റ്റാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാനുമായിട്ട് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ നിലയും, ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല, വേറെ ഒക്കെ നിരവധി, അതായത് മഹാദശ അനുകൂലമായിരിക്കണം, അന്തർദശ അനുകൂലമായിരിക്കണം, രാശിഫലം അനുകൂലമായിരിക്കണം, അതുപോലെ തന്നെ പിന്നെ നിരവധി ഒക്കെ ഈ ഗ്രഹനിലയിൽ നിങ്ങളുടെ ഗ്രഹങ്ങളൊക്കെ എത്രത്തോളം അനുകൂലം, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ പരിശോധിച്ച് ലളിതമായ പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പുതിയൊരു പ്രാർത്ഥനാ രീതിയും മറ്റുമൊക്കെയാണ്. പുതിയൊരു ജീവിതക്രമം, പുതിയൊരു ജീവിതചര്യ. അതുവഴി നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളുടെ അരികിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഉണ്ടാകുന്ന തരത്തിൽ നമുക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും നമ്മുടെ അരികിലുണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നേട്ടങ്ങൾ ഘോഷയാത്രയായിട്ട് വരുന്നത്. അതായത് ശുക്രൻ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരുപാട് അനുഷ്ഠാനങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അപ്പോൾ അത് എങ്ങനെയൊക്കെ എന്തൊക്കെ എന്നൊക്കെ ഉള്ളത് ഞാനുമായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഫോൺ വിളിക്കരുത്, തിരക്കാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് സംഭവം ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരുക്കുക.
അത് ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതപാതയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നമുക്ക് വേണ്ടി വഴിമാറിത്തരും. ചൈനയുടെ വൻമതിലൊക്കെ നമുക്ക് വേണ്ടി വഴിമാറിത്തരും. സാഗരങ്ങൾ വഴിമാറിയ ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ 10 കമാൻഡ്മെൻറ്റ്സ് എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് മോസസ് കടൽ വകഞ്ഞു മാറ്റി പോകുന്ന സീനൊക്കെ ഒരു സന്ദർഭമൊക്കെ ഉണ്ട് അതിനകത്ത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെല്ലാം തന്നെ അത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നമുക്ക് വഴിമാറി തരുന്ന തരത്തിൽ ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നേടിയെടുക്കാൻ പറ്റും. നമ്മളുടെ ഏതാഗ്രഹവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം സൂര്യൻ ഉദിക്കും, നമുക്ക് വേണ്ടി മാത്രം ചന്ദ്രൻ നിലാവ് പൊഴിക്കും, ഇളം കാറ്റ് നമുക്ക് വേണ്ടി മാത്രം വസന്തങ്ങളുടെ സുഗന്ധപൂരിതമായ സുഗന്ധം പേറി നമ്മളെ വന്ന് പരിരംഭണം ചെയ്യും. പക്ഷിക്കൂട്ടങ്ങൾ നമുക്ക് വേണ്ടി മാത്രം ഗാനമാലപിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ജീവിതം മാറ്റിയെടുക്കാൻ പറ്റും. ജീവിതത്തിലെ ഓരോ സെക്കൻഡും നമുക്ക് ഏറ്റവും ആഹ്ലാദകരമായി നമുക്ക് ജീവിക്കാം. അതിന് നമ്മുടെ ഈശ്വരനെ നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഓരോ നിമിഷത്തിലേക്കും നമ്മുടെ അരികിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള അങ്ങനെ ആ ഒരു സന്ദർഭം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങൾ തീർച്ചയായിട്ടും ഞാനുമായിട്ട് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ ചെയ്യാം. ഓക്കെ. ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക മാത്രം ചെയ്യാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും പറ്റുമെങ്കിൽ നക്ഷത്രവും സ്ഥലവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രത്യേക സിസ്റ്റമുണ്ട്, അത് അനുസരിച്ച് അതെല്ലാം നോട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഞങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലുമൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ശുക്രൻ, നിങ്ങൾക്കറിയാം, ശുക്രൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. സർവ്വവിധ സൗഭാഗ്യം ശുക്രൻ പകർന്നു തരും നമ്മളുടെ ജീവിതത്തിലേക്ക്. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവണം, അത് വേറെ കാര്യം. ഓക്കെ, അതാണ് ബേസ്. ഓക്കെ. ഗൃഹലാഭം, വാഹനലാഭം, ഭൗതിക സുഖങ്ങളെല്ലാം, എല്ലാ തരത്തിലുള്ള ആഹാരസൗഖ്യം, ശയനസുഖം, പിന്നെ അളവറ്റ സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, എല്ലാ രീതിയിലുള്ള സമ്പത്തും ശുക്രൻ നമുക്ക് ജീവിതത്തിൽ പകർന്നു തരും. ഓക്കെ. പിന്നെയും നിരവധി കാര്യങ്ങൾ, അതൊക്കെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് അറിയാം. ശുക്രൻ മാറുന്നു ജൂലൈ 4 രാത്രി 7:15 PM ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. ആഗസ്റ്റ് 1 വരെ ഈ നില തുടരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ രാശിക്കാർക്ക്, 9 രാശിക്കാർക്ക് മാത്രമല്ല, 12 രാശിക്കാർക്കും നേട്ടമൊക്കെ തന്നെയാണ്. 3 രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അവർക്ക് പോലും ദുരിതങ്ങളൊന്നും ശുക്രൻ പ്രദാനം ചെയ്യില്ല. ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്, അത് എവിടെ നിന്നാലും വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. പക്ഷേ
നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന 3 രാശിക്കാരെ മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ബാക്കി രാശിക്കാർക്ക് 9 രാശിക്കാർക്കും നേട്ടങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ഈ പറയുന്ന 3 രാശിക്കാരുടെ അത്രയും നേട്ടമില്ല. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നി രാശിയാണ്. ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് 12ാം ഭാവത്തിൽ ആണ് ശുക്രൻ വരുന്നത്. അതും അനുകൂലമാണ്. 12ാം ഭാവത്തിൽ അനുകൂല ആയിട്ടുള്ള ഫലം തരുന്നത് ശുക്രൻ മാത്രമാണ്. മറ്റ് ഗ്രഹങ്ങളൊന്നും 12ൽ അനുഗ്രഹം തരത്തില്ല. അപ്പോൾ ഇവിടെ 12ാം ഭാവം എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനമാണ്, വ്യയസ്ഥാനമാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് 11ാം ഭാവത്തിൽ നിന്ന് ശുക്രൻ തന്ന സമ്പത്ത് നമുക്ക് ബുദ്ധിപൂർവം, വിവേകപൂർവം, കൗശലപൂർവം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ചിലവുകൾ ചെയ്യാൻ പറ്റും. അതായത് 12ാം ഭാവത്തിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന നിമിഷത്തിൽ 11ാം ഭാവത്തിലാണ് നമ്മുടെ ശുക്രൻ കന്യരാശിക്ക് നിൽക്കുന്നത്. കന്യരാശിക്ക് മാത്രമല്ല, കന്നി ലഗ്നത്തിനാണ്. ഓക്കെ, ആ ലഗ്നമൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞുവെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ ഈ 11ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ കിട്ടിയ സമ്പത്ത് മുഴുവൻ ഗുണപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലവ് വെച്ച് പോവും, ശരി, ഓക്കെ. പക്ഷേ അതൊക്കെ തന്നെ ഗുണപരമായ, ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിൽ നമുക്ക് ചിലവഴിക്കാൻ പറ്റും. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിവാഹം, പിന്നെ തീർച്ചയായിട്ടും ഒരു ഭവനം, വീട്, അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. മറ്റ് ശുക്രൻ്റെ ഗുണഫലങ്ങളൊക്കെ വരും. പക്ഷെ പ്രധാനമായിട്ടും ഇവർക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കന്യരാശിക്ക് ശുക്രൻ മാത്രമല്ല, സർപ്പം, ശിഖി, സൂര്യൻ, വ്യാഴം ഒക്കെ അനുകൂലമാണ്. ഓക്കെ, ചന്ദ്രൻ്റെ ഫലം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, അത് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാണ് ചന്ദ്രനും ശുക്രനും ഒക്കെ അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ ആ വീഡിയോയിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ കന്യരാശി നേട്ടങ്ങളുടെ ഘോഷയാത്ര ഇവർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്നത് തുലാം രാശിയാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് തന്നെയാണ് ശുക്രൻ വരുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടം വരേണ്ടത് ഇവർക്കാണ്. പക്ഷേ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് സർപ്പം, ശിഖി, ശനി, ഇവയാണ് പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ ഇവർക്ക് ഉള്ള വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെങ്കിലും പ്രതികൂലമല്ല. ഇവർക്ക് 10ാം ഭാവത്തിൽ, കർമ്മഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ കണക്കൂട്ടി ഞങ്ങൾ പറയുന്നത് ഇതാണ്. പിന്നെ പ്രതികൂലമായിട്ട് ചൊവ്വ മാത്രമാണുള്ളത്. ഓക്കെ, കൂടാതെ ശുക്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു, വ്യാഴം കർമ്മഭാവത്തിൽ നിൽക്കുന്നു, ശനി 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറയുന്ന, അതായത് ശുക്രൻ വഴി കിട്ടുന്ന ഗുണഫലങ്ങൾക്ക് പുറമെ, പൊതുവിലുള്ള ഗുണഫലങ്ങൾക്ക് പുറമെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ്. ഓക്കെ, തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി സൂര്യൻ ജൂലൈ ഏകദേശം 15ാം തീയതി ആകുമ്പോഴത്തേക്ക് കർക്കിടക രാശിയിലേക്ക് വരും, കർമ്മഭാവത്തിലേക്ക്. അപ്പോഴത്തേക്ക് കൂടുതൽ നേട്ടം. സൂര്യൻ
കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തിലും വരാൻ പോവുകയാണ്. ഇവർക്ക് ജൂലൈ 15 തൊട്ട്, അതായത് കർക്കിടകം 1 തൊട്ട്, ഡേറ്റ് കറക്റ്റല്ല, ഞാൻ പറഞ്ഞ ഏകദേശം ഓർമ്മയിൽ നിന്നും പറഞ്ഞതാണ്. അപ്പോൾ കർക്കിടക മാസത്തിലും ചിങ്ങമാസത്തിലും ഇവർക്ക് സൂര്യൻ അത്യധികം അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽ ലാഭമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുക. അതായത് കർമ്മരംഗത്ത് അസാമാന്യമായിട്ടുള്ള മാറ്റം ഇവർക്കുണ്ടാവും. പ്രത്യേകിച്ച് ജൂലൈ 15 ശേഷം, ജൂലൈ 4 തൊട്ട് അത് പരമാവധി വർക്ക് ചെയ്ത് തുടങ്ങും. ടോപ്പ് ഗിയറിൽ വരുന്നത് ഈ കർക്കിടക മാസം 1-ാം തീയതി മുതൽ, ജൂലൈ 17 മറ്റോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ ഇവർക്ക് അത്യധികം നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുണ്ടാവും. എന്ന് പറയുമ്പോൾ നല്ല തൊഴിൽപരമായിട്ട് ഇവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ല രീതിയിലുള്ള ധനവരവിനുള്ള വഴിയൊരുങ്ങും. അതുപോലെ തന്നെ ഉദ്യോഗം തൊഴിൽ തേടി നടക്കുന്ന ചെറുപ്പക്കാർക്ക് പുതുതായിട്ട് തൊഴിൽ കിട്ടും. അതുമാത്രമല്ല, ഇപ്പോൾ തൊഴിലുള്ളവർക്ക് തന്നെ മെച്ചപ്പെട്ട ഒരു തൊഴിലിലേക്ക് മാറാൻ പറ്റും. അതുമാത്രമല്ല, ചിലർക്ക് ഈ ശമ്പള വർധനവ് ഉണ്ടാവും. പിന്നെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാവും. പിന്നെ അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റം, അതായത് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയെന്ന് വരാം. പിന്നെ കിട്ടാനുണ്ടായിരുന്ന തൊഴിൽ പരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വല്ലതും തടസ്സപ്പെട്ട് കിടന്നത് അത് നിങ്ങൾക്ക് ലഭ്യമാകും. അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ശുക്രൻ്റെ പൊതുവിലുള്ള ഫലത്തിന് പുറമേ തുലാം രാശിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയാം മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അഷ്ടമത്തിൽ 8-ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 8-ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രധാനമായിട്ടും ആരോഗ്യം, ആയുസ്, ഇതൊക്കെയാണ്. അപ്പോൾ രോഗങ്ങൾ സുഖപ്പെടും, ആരോഗ്യം മെച്ചപ്പെടും. അത് മാത്രമല്ല, അത്യാവശ്യം ഗ്ലാമറൊക്കെ കൂടിയെന്ന് വരും. വിഷമം തോന്നരുത്, ഗ്ലാമർ കൂടിയെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ശുക്രൻ്റെ അനുകൂലമായ മറ്റ് പൊതുവിലുള്ള ഫലങ്ങൾക്ക് പുറമേ ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള നേട്ടമാണ് പ്രധാനമായിട്ടും ശുക്രൻ പ്രത്യേകിച്ച് ഇവർക്ക് മാത്രമായിട്ട് നൽകുന്നത്. ഓക്കെ, മകരം രാശിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്ന, ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാശി മകരം രാശിയാണ്. 12 രാശികളിൽ മകരം രാശിക്ക് മാത്രമാണ് ശനിയും വ്യാഴവും രാശിഫലത്തിൽ ഒരേ സമയം അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇത് കൂടാതെ ഇവർക്ക് സൂര്യനും അനുകൂലമാണ് മിഥുനമാസം മുഴുവൻ. ഓക്കെ, കൂടാതെ നമ്മുടെ ശുക്രനും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്കും നേട്ടങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം. മറ്റ് രാശിക്കാർ 9 രാശിക്കാരുണ്ട്. അവർക്കും പ്രശ്നങ്ങളൊന്നും ദുരിതങ്ങളൊന്നും ശുക്രൻ കൊണ്ടുവരില്ല. ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. അപ്പോൾ മറ്റ് രാശിക്കാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ രാശിക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞ 3 രാശിക്കാർക്കാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.